അസിസ്റ്റന്റ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ ഓരോ സബ്ജക്റ്റുകൾ പഠിക്കുമ്പോഴും ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് ഏത് ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നൊക്കെയുള്ള ഒരു സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ചില സമയങ്ങളിലായിട്ട് വരുന്നുണ്ടാകും. അപ്പോൾ അതിൻ്റെ കേസിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. And hi, it's me Lakshmi Diaz and welcome to Entry Degree Level YouTube channel. Okay, അപ്പോൾ നമ്മൾ ഇവിടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും ഒക്കെ കോമൺ ആയിട്ടുള്ള ഒരു പ്രിലിമിനറി പരീക്ഷയുണ്ട്. അതിനുശേഷം മെയിൻസ് പരീക്ഷയുണ്ട്. മെയിൻസ് പരീക്ഷയിലേക്ക് പോകുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏരിയാസ് കുറച്ചും കൂടെ വാസ്റ്റ് ആയിരിക്കും. എന്നാൽ ഇവിടെ കുറച്ച് ചെറിയൊരു ഏരിയ ആണ് കാണുമ്പോൾ തോന്നുന്നത്, പക്ഷെ പഠിക്കാൻ ഓൾമോസ്റ്റ് നമുക്ക് കുറച്ച് അധികം കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു സ്ട്രക്ചർ, നമുക്ക് പഠിക്കേണ്ടുന്ന ടോപ്പിക്കുകളുടെ ആ ഒരു സ്ട്രക്ചർ ഇതാണ്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാകും, ഒരുപാട് പേര് പഠിച്ചൊക്കെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ നിന്നും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ഏതാണെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യാമോ? ഒന്ന് കമന്റ് ചെയ്തേ. ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ, എല്ലാ പരീക്ഷകൾക്കും ഓരോ ചോദ്യമെങ്കിലും ചോദിക്കുന്ന ഏരിയ ഏതാണെന്നൊന്ന് കമന്റ് ചെയ്യാമോ? ഒന്ന് ചെയ്തേ. നമുക്ക് നോക്കാം. നമുക്ക് മെയിൻ ആയിട്ടും ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാനായിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ട്, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ്സ്, പഞ്ചായത്ത് രാജ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫങ്ഷൻസ്, എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇത്രയുമാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടുന്ന ഏരിയ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. കുറച്ച് വാസ്റ്റ് ആണെങ്കിൽ പോലും സിമ്പിൾ ആണ്. പഠിച്ചാൽ, ഒരു തവണ പഠിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്, മൗലിക അവകാശം. ഓക്കെ, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പരീക്ഷകൾക്കും ആ ഒരു ഏരിയയിൽ നിന്നും ഒരു ചോദ്യം, മിനിമം ഒരു ചോദ്യമെങ്കിലും ഉണ്ടാകും. മാക്സിമം 2-3 ചോദ്യങ്ങൾ വരെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എവിടെ കൊടുക്കുക? ഫണ്ടമെന്റൽ റൈറ്റ്സിന് കൊടുക്കുക. ഓക്കെ, കുറെ പേര് സ്കിപ്പ് ചെയ്തിട്ട് പോകും. ഒരുപാട് പഠിക്കാനുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്നില്ല, മറന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് സ്കിപ്പ് ചെയ്യുന്ന ഈ പോർഷൻ തന്നെയാണ് നമ്മുടെ PSCയുടെ ഫേവറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും അത് കുറച്ച് സമയം ഒന്ന് അതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച് ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സ്വത്തവകാശവും അതിൻ്റെ അമെൻമെന്റും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു മാർക്ക് സിമ്പിൾ ആയിട്ട് നേടിയെടുക്കാൻ പറ്റും. ദെൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ആണ് രണ്ടാമത്തെ പോർഷൻ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിരവധി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലുള്ള ആ പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട പേരുകൾ, അതുപോലെ ആ മലയാളി വനിതകളുമായി ബന്ധപ്പെട്ട പേരുകൾ, അങ്ങനെയൊക്കെ പേരുകൾ റിലേറ്റ് ചെയ്തും ചോദിക്കാറുണ്ട്. അവിടുത്തെ ഇലക്ഷൻ ബേസ് ചെയ്ത് സീറ്റുകളുടെ എണ്ണം വെച്ചൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പഠിക്കുന്ന സമയത്ത് ആ ഏരിയാസ് എല്ലാം നല്ലതുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഡേറ്റുകൾ മറന്നു പോകാതെ പഠിക്കുക. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിച്ചത്, അതിൻ്റെ ആദ്യത്തെ സമ്മേളനം, അതിൻ്റെ ആ ഒരു എന്താണ് താൽക്കാലിക അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതും സ്ഥിര അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതും തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആ ഒരു ഓർഡറിലൊന്ന് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതിനുശേഷം നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്, മൗലിക കടമകളാണ് 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. മൗലിക കടമകൾ എന്ന് പറയുമ്പോൾ ആ ആർട്ടിക്കിൾ കറക്റ്റായിട്ട് പഠിക്കുക. എന്തൊക്കെ മൗലിക കടമകളാണ്? 11 മൗലിക കടമകളുണ്ട്. ആ 11 മൗലിക കടമകളും കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ചുമ്മാ വായിച്ചു വെച്ചിട്ട് കാര്യമില്ല, അതിനകത്ത് നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അതിനുശേഷം നമ്മുടെ അടിയന്തരാവസ്ഥ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അടിയന്തരാവസ്ഥ അഥവാ എമർജൻസി. ദെൻ പ്രിയാമ്പിൾ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദെൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP അല്ലെ. അപ്പോൾ ആ ഒരു നിർദ്ദേശക തത്വങ്ങൾ എന്നുള്ള ആ ടോപ്പിക്ക് ബേസ് ചെയ്തുകൊണ്ടും ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇത് കുറച്ച് പേർക്ക് പഠിക്കാൻ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഏരിയ ആണെങ്കിൽ പോലും അത് നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തി അത് മാറ്റിവെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ. കൃത്യമായിട്ട് ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ
അമെൻമെന്റ്സ് പഠിക്കണം എന്നുള്ള കാര്യം നമുക്കറിയാം. 42, 44 നിന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ അതെല്ലാം നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ടേ പോകാവുള്ളൂ. ദെൻ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇത് മെയിൻ ആയിട്ടും ആശയം കടമെടുത്തത് എവിടെ നിന്നാണെന്നും ചോദിക്കാറുണ്ട്. ഇതിനകത്ത് വരുന്ന ലിസ്റ്റുകൾ പേരുകളും ചോദിക്കാറുണ്ട്. ഇപ്പൊ ഏതെങ്കിലും തന്നിട്ട് പോലീസ് ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു അങ്ങനെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഓരോ ലിസ്റ്റിലുമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. കൺകറന്റ് ലിസ്റ്റ് നല്ലതുപോലെ പഠിക്കുക. റെസിഡ്വറി പവറും നല്ല വൃത്തിയായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദെയർ ഫംഗ്ഷൻസ് ആണ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നുള്ള ഒരു ടോപ്പിക് ഉണ്ട്. സോ അവിടെ നമുക്ക് ഒരുപാട് അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. സോ അതും നിങ്ങൾ കൃത്യമായിട്ട് ഓരോരുത്തരുടെ ആർട്ടിക്കിൾസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ചോദിക്കുന്നത്. പിന്നെ നിലവിലുള്ളവരെ, അവിടെ നിന്നാണ് കൂടുതലും കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത്, നിലവിലുള്ളവരെ ചോദിക്കാറുണ്ട്. സോ അതും നല്ലതുപോലെ പഠിക്കുക. ദെൻ പഞ്ചായത്തി രാജാണ്, പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ട അമെൻമെന്റ്സ് ചോദിക്കാറുണ്ട്, വർഷം ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുതകളും ചോദിക്കാറുണ്ട്. സോ അത് നല്ലതുപോലെ പഠിക്കുക. സിറ്റിസൺഷിപ്പ് ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെ സിറ്റിസൺഷിപ്പ് നേടിയെടുക്കാൻ, നഷ്ടപ്പെടാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ നിന്നും ചോദിക്കാറുണ്ട്. സോ ഇതാണ് നമ്മുടെ ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് എന്ന് പറയുന്നത്. ആ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഏരിയാസ് തന്നെയാണ്. സോ അത് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഇത് നിങ്ങൾ കൂടുതൽ ഇത് പഠിക്കണ്ട എന്നല്ല, ഇതും പഠിക്കണം. അതിനോടൊപ്പം ഇതിന് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. നല്ല വൃത്തിയായിട്ട് അങ്ങ് പഠിച്ച് സെറ്റ് ആക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ക്ലാസ്സസ് എല്ലാം നമ്മൾ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് പകുതി വരെ എത്തിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇനി ഒന്നേന്ന് പറഞ്ഞ് പഠിച്ചു തുടങ്ങണമെങ്കിൽ പോലും ആപ്പിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നല്ല വൃത്തിയായിട്ട് ഓരോ കാര്യങ്ങളും എന്താ ചെയ്യുക, മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ വരുന്ന ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഫുൾ മാർക്ക് നേടാൻ കഴിയട്ടെ. ഫുൾ മാർക്ക് നേടണമെങ്കിൽ അത്രത്തോളം ഹാർഡ് വർക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ നല്ലതുപോലെ പഠിക്കുക, നല്ല ഒരു റിസൾട്ട് നേടിയെടുക്കുക. ഓക്കെ, താങ്ക് യു.